നമസ്കാരം. ഇറാഖിന്റെ സമുദ്രാതിർത്തിയിൽ 2 എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെ വില 8% വർദ്ധിച്ച് $99 പെർ ബാരൽ എന്ന ലെവലിലേക്കെത്തി. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിലുണ്ടായ സഡൻ സർജ് അല്ലെങ്കിൽ സ്പൈക്ക് മൂലം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്ലാറ്റ് നെഗറ്റീവ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. നിഫ്റ്റി 23,800-നടുത്ത് ഓപ്പൺ ആകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മാർക്കറ്റ് നൽകുന്നത്. ഇറാഖിൽ നടന്ന ഈ ആക്രമണത്തെ തുടർന്ന് ഇറാഖ് അതിൻ്റെ ഓയിൽ പ്രൊഡക്ഷൻ താൽക്കാലികമായി നിർത്തലാക്കാൻ തീരുമാനിച്ചു. ഇത് ഗൾഫ് മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടത്തിവിടും എന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗ്ലോബലിയുള്ള ക്രൂഡിൻ്റെ സപ്ലൈ ക്രൈസിസ് പരിഹരിക്കുന്നതിന് വേണ്ടി ഇൻ്റർനാഷണൽ എനർജി ഏജൻസി 400 മില്യൺ ബാരൽ ക്രൂഡ് സ്ട്രാറ്റജിക് റിസർവിൽ നിന്നും റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇതിൽ 172 മില്യൺ ബാരൽ ക്രൂഡ് അമേരിക്കയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്രയും സ്ട്രാറ്റജിക് റിസർവിൽ നിന്നും 400 മില്യൺ ബാരൽ ക്രൂഡ് റിലീസ് ചെയ്തിട്ടും ക്രൂഡിൻ്റെ വില ഉയരുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ഗൾഫ് രാജ്യങ്ങളിൽ വന്നിരിക്കുന്ന പ്രൊഡക്ഷൻ കട്ടാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പ്രൊഡക്ഷൻ പഴയ രീതിയിൽ പുനരാരംഭിക്കാതെ ക്രൂഡിൻ്റെ വില വർദ്ധിക്കാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എണ്ണ ടാങ്കറുകൾക്ക് മുകളിലുള്ള ആക്രമണം അല്ലെങ്കിൽ എണ്ണ ടാങ്കറുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നതും പല ഗൾഫ് രാജ്യങ്ങളുടെയും അവരുടെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ നിർബന്ധിതരാക്കിയിട്ടുണ്ട്. ഇനി ഇറാൻ സംഘർഷം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ സീസ് ഫയറിന് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒന്നാമത്തെ കണ്ടീഷൻ ഇനി ഇസ്രായേലും US-ഉം ഇറാനെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് തരണം എന്നാണ്. പക്ഷേ ഈ ഒരു ഡിമാൻഡ് അമേരിക്ക അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറയുന്നത് ഗ്ലോബൽ മാർക്കറ്റിനെ കൂടുതൽ അസ്ഥിരതപ്പെടുത്തിയേക്കും. ഇനി ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന ഇൻപുട്ട് പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റയ്ക്ക് മുകളിൽ അമേരിക്കൻ മാർക്കറ്റ് ശാന്തമായാണ് പ്രതികരിച്ചതെങ്കിലും ബ്രെന്റ് ക്രൂഡിൻ്റെ വിലയിലുണ്ടായ സഡൻ സർജിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഫ്യൂച്ചറുകൾ ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ പ്രകടമാണ്. സെല്ലിംഗ് പ്രഷറിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ക്രൂഡിൻ്റെ വിലയിലുള്ള വർധനവ് തന്നെയാണ്. ഏഷ്യൻ ഇൻഡെക്സുകളൊക്കെ 1%-ലേറെ ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് യൂഫ്ലെക്സ് എന്ന കമ്പനി 100-ലധികം സസ്റ്റൈനബിൾ ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. LPGയുടെ ലഭ്യതയെ തുടർന്ന് ബോറോസിൽ സിലിക്കേറ്റ് ഗ്ലാസ് ഫർണസിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്, താൽക്കാലികമായി നിർത്തലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബോറോസിൽ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. അശോക് ലൈലാൻഡ് തമിഴ്നാട്ടിൽ പുതിയ ബാറ്ററി മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. സെർവോടെക് പവർ സിസ്റ്റം എന്ന കമ്പനി ഇലക്ട്ര EVയുമായി ചേർന്ന് ഒരു ലോ വോൾട്ടേജ് EV ചാർജിംഗ് ഡിവൈസിൻ്റെ പേറ്റൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. PFC എന്ന കമ്പനി ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിനും ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നതിനും മാർച്ച് 17 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് PFC എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ V2 റീറ്റെയിൽ എന്ന കമ്പനിയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് 26 സ്റ്റോക്ക് സ്പ്ലിറ്റ് റെക്കോർഡ് ഡേറ്റ്. ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ എന്ന കമ്പനി അതിൻ്റെ സബ്സിഡറി കമ്പനിയായ AR ആക്സിയോൺ ഇന്ത്യ, സൺബീം ലൈറ്റ് വെയ്റ്റിംഗ് സൊല്യൂഷൻ എന്നീ കമ്പനികളെ മെർജ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ജുബിലൻ്റ് ഫുഡ് റായ്ഗഡിലുള്ള അതിൻ്റെ പുതിയ പ്ലാന്റിൽ നിന്നും കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജുബിലൻ്റ് ഫുഡ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇൻഡോകൗണ്ട് ഇൻഡസ്ട്രീസിൻ്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റുകളിൽ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ഓഡിറ്റ് ഇൻസ്പെക്ഷൻ നടക്കുന്നു. KC ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് സൗദി അറേബ്യയിൽ നിന്നും 1476 കോടി രൂപയുടെ കോമ്പോസിറ്റ് T&D ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതായത് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്യുപ്മെൻറ്റുകൾ സപ്ലൈ ചെയ്യാനുള്ള കോമ്പോസിറ്റ് ഓർഡർ ലഭിച്ചു. അതുകൊണ്ട് KC ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇൻഡോടെക് ട്രാൻസ്ഫോർമർ എന്ന കമ്പനിക്ക് ലഭിച്ച 65 കോടി രൂപയുടെ വിൻഡ് റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് ക്യാൻസലായതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡോടെക് ട്രാൻസ്ഫോർമേഴ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ MGL ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് പോലുള്ള സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇവിടെ കൊമേഴ്സ്യൽ കസ്റ്റമേഴ്സിന് LPGയുടെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ വന്നതിനെ തുടർന്നാണ് ഈ സെക്ടറിലെ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.